നമസ്കാരം. എൻ്റെ പേര് പിരടിയിൽ പരമേശ്വരൻ നമ്പൂതിരി. ഈ അടുത്ത കാലത്ത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുക. ആ വിശദീകരിക്കുന്ന കൂടെ എപ്പോഴും പറയുന്നതാണ് പരശുരാമൻ നിർമ്മിച്ച ക്ഷേത്രം, പരശുരാമനാൽ കൊണ്ടുവരപ്പെട്ട തന്ത്രി, പരശുരാമനാൽ നിശ്ചയിക്കപ്പെട്ട തന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കേൾക്കുകയുണ്ടായി. അഗസ്ത്യ മഹർഷിയുടെ സാന്നിധ്യം, ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ശബരിമലയുടെ ക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ അല്ലെങ്കിൽ അയ്യപ്പ ഭാഗവതത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും പറയുക. ശരിക്ക് എന്താണ് പരശുരാമനുമായിട്ട് ഇത് ബന്ധിക്കുന്നത്? കേരളത്തിൻ്റെ നിർമ്മിതി പരശുരാമനാണ് എന്നൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൗരാണികം എന്നുള്ള ഒരു അർത്ഥത്തിൽ നമുക്കതിനെ കാണാം. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പരശുരാമൻ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നൊക്കെ ചരിത്രപരമായി അന്വേഷിച്ച് പോയാൽ അത് തെറ്റായിട്ട് വരും. അപ്പോൾ ഈ അഗസ്ത്യ മഹർഷിയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ നാരദരുടെ സാന്നിധ്യം എന്നൊക്കെ നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പൗരാണികം എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ 2 തന്ത്രിമാരെ ഇവിടെ അഴിച്ചു എന്നുള്ളത് പരശുരാമനാൽ കൊണ്ടുവരപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ കേരളത്തിലുള്ളവരല്ലല്ലോ. അപ്പോൾ തന്ത്രിമാർ കേരളത്തിലുള്ളതല്ല. അപ്പോൾ തന്ത്രിമാർക്ക് എന്താണ് പ്രത്യേകത? അവിടുത്തെ മേൽശാന്തിയാകണമെങ്കിൽ കേരള ബ്രാഹ്മണനായിരിക്കണം. തന്ത്രിയോ മറ്റുള്ളിടത്തു നിന്ന് വന്നത് പരദേശ ബ്രാഹ്മണനുമാണ്. അപ്പോൾ ഇത് തമ്മിലൊരിക്കലും യോജിക്കില്ല. ശബരിമലയിലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് പരശുരാമൻ എന്ന് പറയുമ്പോൾ ഒരു പൗരാണികമായിട്ട് അംഗീകരിക്കപ്പെട്ടത് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ബ്രാഹ്മണർക്ക് അവകാശപ്പെട്ടതാണ് ഇന്ന കൊടിമരത്തിൻ്റെ സാധനങ്ങൾ. അതുപോലെ തന്നെ വിഗ്രഹം മാറിയാൽ വിഗ്രഹം ബ്രാഹ്മണർക്ക് ഒരുക്കി കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പണ്ട് മുതലേ ഉള്ള ഒരു ആചാരമാണ് എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുക. ശബരിമലയിലെ മേൽശാന്തിയായിരുന്ന ഒരാളുടെ വീഡിയോ കണ്ടു, അദ്ദേഹം ഇത് പറയുകയുണ്ടായി. അപ്പോൾ ഞാനിത് സൂചിപ്പിക്കുന്നത് പണ്ട് സ്വത്തുക്കൾ ബ്രാഹ്മണർക്കും അതുപോലെ ദേവന്മാർക്കുമായിട്ടാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മസ്വം അതുപോലെ തന്നെ ദേവസ്വം എന്ന 2 തലത്തിലുള്ള ഭൂമിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലമൊക്കെ പോയി. ഇന്ന് പ്രൈവറ്റായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്തു, ഭൂ ഉടമ അവകാശമൊക്കെ വന്നിട്ടുള്ള കാലമാണ്. ആ സമയത്ത് നമ്മൾ പഴയ കാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര വിഡ്ഢിതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടക്കണമെങ്കിൽ ഇത്ര രൂപയെന്ന് അവർ എഴുതി കൊടുക്കും, പടിത്തറ എഴുതി കൊടുക്കും. എഴുതി കൊടുക്കുന്നതനുസരിച്ചുള്ളത് അവർ വാങ്ങിച്ചു കൊണ്ടുപോകും. അപ്പോൾ ആ മേൽശാന്തി പറയുകയുണ്ടായി, അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു. ഈ വസ്ത്രം പോലെയാണോ വിഗ്രഹം? വസ്ത്രങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കും, അതിനൊന്നും അവകാശം പറയുന്നത് മോശമാണ്. അപ്പോൾ വിഗ്രഹവും അതുപോലെ തന്നെയാണോ? വിഗ്രഹങ്ങൾ അങ്ങനെയല്ല. അമ്പലത്തിൻ്റെ വാതിൽ അങ്ങനെയല്ല. അമ്പലത്തിലെ വിഗ്രഹം തന്നെ മാറ്റിയെന്നിരിക്കട്ടെ, പക്ഷേ ശബരിമലയിലെ വിഗ്രഹം മാറ്റിയാൽ ആ വിഗ്രഹം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഒന്ന് ആലോചിക്കണം. അതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതൊന്നും യോജിക്കുന്നതല്ല. നമ്മുടെ ദേവസ്വം പ്രസിഡൻ്റ് ആയിരുന്ന അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ചർച്ചയിൽ പറയുകയുണ്ടായി, 1912 ഇതിന് വ്യവസ്ഥ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ദേവസ്വം ബോർഡിൽ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അവകാശങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല എന്ന് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ആ നിലയിലൊക്കെ നമ്മൾ അതിനെ കാണണം. അപ്പോൾ കാലഹരണപ്പെട്ട ചിന്തകളുമായിട്ട് ഇനിയും നമ്മൾ ബ്രാഹ്മണരെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. പുരോഹിതരെ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പാടില്ല. ഇന്ന് എല്ലാവരും അവരവരുടെ അധ്വാനത്തിനുള്ള ദക്ഷിണ പറഞ്ഞ് എഴുതി കൊടുത്ത് വാങ്ങിച്ചാണ് പോണത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ 3-ാമത്തെ കാര്യമാണ്, നമ്മുടെ ക്ഷേത്രങ്ങൾ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ക്ഷേത്രങ്ങളൊക്കെ നിലവിൽ വന്നത് എന്തിനാണ്? ഇത് എത്ര തന്ത്രിമാർക്ക് പറയാൻ കഴിയും? ഇതിനെപ്പറ്റിയുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ശബരിമലയിലെ ശാസ്താവ് ആ ക്ഷേത്രത്തിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളുടെ വ്യത്യാസമൊന്നുമില്ലാതെ അയ്യപ്പ ഭക്തി കൊണ്ട് എല്ലാവർക്കും വരാവുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളെ പോലെയല്ല. അവിടെ പമ്പയിൽ കുളിച്ചിട്ട് വൈകിട്ട് അവിടെ പോയി കിടന്നിട്ട് പ്രഭാതത്തിൽ കയറി തൊഴുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ട്.
അപ്പോൾ ഇത് ഇങ്ങനെയാണോ സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ? അല്ല, ഒരു കാനന ക്ഷേത്രമായിട്ട് ആയതുകൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ ചില പരിമിതികൾ കൊണ്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. അത് അവിടുത്തെ ഒരു രീതിയാണ്. അത് മറ്റു ക്ഷേത്രങ്ങളുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ അവിടെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതെല്ലാം അവിടുത്തെ വഴിപാടുകൾ. ആ വഴിപാടുകൾ മുഴുവൻ അയ്യപ്പന്മാർ അവരവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അവിടെ ഉണ്ടാക്കുന്നതല്ല. എല്ലാവരും അവരവരാൽ അതിൽ പായസം പോലുള്ള നിവേദ്യങ്ങൾ അല്ലെങ്കിൽ പാനകം പോലുള്ള നിവേദ്യങ്ങൾ മാത്രമേ അവിടെ തടപ്പള്ളിയിൽ ഉണ്ടാക്കണുള്ളൂ. ബാക്കിയൊക്കെ ഭക്തന്മാരാൽ സമർപ്പിക്കപ്പെടുന്നതാണ്. അതിൽ പ്രധാനമാണ് നെയ്യഭിഷേകത്തിൽ നെയ്യ്. ആ നെയ്യ് അവിടെ അഭിഷേകം ചെയ്യുന്നത് അത് അയ്യപ്പന്മാർക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പലപ്പോഴും ഇപ്പം മോഷ്ടിച്ച് കച്ചവടം ചെയ്യുക. അങ്ങനെ ഒരു കച്ചവട മനസ്ഥിതി. ശരിക്കും പറഞ്ഞാൽ ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു തത്വത്തെ, സനാതനധർമ്മത്തിൻ്റെ വലിയൊരു തത്വത്തെയാണ് അവിടെ കാണിക്കുക. ഒന്ന്, ശൈവ വൈഷ്ണവ ഭേദം ഒന്നും അവിടെ ഇല്ല. സാധാരണ ക്ഷേത്രങ്ങളിലുണ്ട്, പൂജയൊക്കെ ചെയ്യുന്നവർക്കറിയാം, ശൈവ ആരാധന, വൈഷ്ണവ ആരാധന, ഇങ്ങനെ ദേവന്മാരെ തന്നെ 2 തലത്തിൽ തിരിച്ചിട്ടുണ്ട്. ഈ ഭേദങ്ങളൊന്നുമില്ല. ബൗദ്ധ ജൈന സങ്കല്പങ്ങൾ ഇതെല്ലാം കൂടെ സമന്വയിച്ച ഒരു ഭാവമാണ് ശബരിമലയിലെ ആചാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ കെട്ടുമുറുക്കി പോകുന്നു. വേറെ ഏത് ക്ഷേത്രത്തിലാണ് ഇങ്ങനെയുള്ളത്? ഇങ്ങനെയൊരു ആചാരം എങ്ങനെയാണ് നിലവിൽ വന്നത്? അത് ആരാണ് അവിടെ കൊണ്ടുവന്നത്? അപ്പോൾ എല്ലാവരും സ്വാമിമാരായിട്ടാണ് അറിയപ്പെടുക, അയ്യപ്പനായിട്ട് അറിയപ്പെടുക. എല്ലാവരും ഏകം എന്ന ഭാവത്തിൽ അവിടെ വരിക. അവിടെ ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ മറ്റ് ഭേദങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരേ ഭാവത്തിൽ അവിടെ വരുന്നു. എല്ലാവർക്കും ഒരേ നിയമം, ഒരേ മന്ത്രം, പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് പോലും അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം മറ്റ് ഒരു ക്ഷേത്രങ്ങളിലുമില്ല. അപ്പോൾ ശബരിമലയിൽ എത്തുന്ന ഭക്തന്മാരെ എന്തിനാണ് ഇങ്ങനെയൊരു ശബരിമല തീർത്ഥാടനം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്ത് പ്രവർത്തനമാണ് ശബരിമലയുമായിട്ട് ചേർന്ന് ചെയ്യുന്നത്? ഇതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും വിസ്തരിക്കേണ്ടത് ആരാണ്? അതിനുവേണ്ട നേതൃത്വം കൊടുക്കേണ്ടത് തന്ത്രിമാരും പുരോഹിതന്മാരുമാണ്. അവരെ നെയ്ക്കച്ചവടമായിട്ടും അതുപോലെ തന്നെ ചരട് കച്ചവടമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ തരത്തിൽ ക്ഷേത്രങ്ങൾ അധപതിച്ചു പോയി എന്ന് വേണം പറയാനായിട്ട്. അതിൽ പ്രധാനപ്പെട്ടത് പുരോഹിതന്മാരാണ്. അപ്പോൾ അയ്യപ്പൻ എന്നുള്ള സങ്കല്പം എന്താണ്? സ്വാമി എന്ന സങ്കല്പം എന്താണ്? അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെയാണ്? അപ്പം ഞാനിതൊക്കെ പറയാൻ കാര്യം, ഈ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് പത്രങ്ങളിൽ ന്യൂസ് വന്നു, അവിടുത്തെ വരുമാനം 90 കോടിയിൽ അധികമായി, ഇനി 15 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങൾക്ക് മേളിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വാർത്തകൾ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിക്കുകയുണ്ടായി, മറ്റ് മതസ്ഥരുടെ ദേവാലയങ്ങളുണ്ട്. ഇപ്പോൾ എരുമേലി പള്ളിയിൽ ഇത്രയധികം പണം വന്നു എന്ന് അവർ കൊട്ടിഘോഷിക്കാറില്ല. അതുപോലെ തന്നെ ക്രിസ്തീയ തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ട്, മലയാറ്റൂരും മറ്റും. അവിടെ ഇത്ര രൂപ വന്നു, ഇത്ര ആൾക്കാർ വന്ന് സന്ദർശിച്ചു എന്നൊന്നും അവർ പറയാറില്ല. ഇവിടെ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളും, ശബരിമല മാത്രമല്ല, ഓരോ ക്ഷേത്രങ്ങളുടെയും വലിപ്പം പറയുന്നത് അവിടെ വരുന്ന ധനത്തിൻ്റെ കൂടുതലാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാവരും അതാണ്. ഈ ധനം കൂടുതലുണ്ടാക്കാൻ എന്താണ് മാർഗം? പായസം വിറ്റ് ഇത്ര ധനം ഉണ്ടായി, അപ്പം വിറ്റ് ഇത്ര ധനം ഉണ്ടായി, ഇങ്ങനെ ഓരോന്നിനും കണക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പറയരുതെന്നല്ല, കണക്ക് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ശബരിമലയുടെ വികസനവും വികാസവും എന്ന് പറയുന്നത് ധനപരമായ വളർച്ചയാണ് എന്നൊരു ചിന്ത. ക്ഷേത്രങ്ങളുടെയൊക്കെ, ശബരിമല മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളിലെയും വരുമാനം അനുസരിച്ചിട്ടാണ്. അല്ലാതെ ദേവനെ ആരാധിക്കാനോ, ഈ വരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭക്തന്മാരെ അവിടേക്ക് ആകർഷിച്ച് ആ ഭക്തന്മാരിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക? തെറ്റായ മാർഗങ്ങളിലേക്ക്, ഈശ്വരീയമായ മാർഗങ്ങളിലല്ല, അവരെ തെറ്റായ മാർഗങ്ങളിലേക്ക് നയിച്ച് ധനമുണ്ടാക്കുന്ന കേന്ദ്രമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാറി. അതേസമയത്ത് അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. ഒരു ക്ഷേത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളുടെയും കാര്യമാണ്. വഴിപാട് നടത്താനായിട്ടുള്ള സ്ഥലമാണ്. തെറ്റുകൾ ചെയ്യുന്നവരൊക്കെ വഴിപാട് ചെയ്യുക അവിടെ വന്ന്, എന്നിട്ട് പരിഹാരം കാണുക എന്നുള്ള നിലയിലാണ്. അല്ലാതെ ആ ദേവത
ആ ദേവതാസങ്കല്പത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് ആരും അറിയുന്നില്ല. അല്ലെ അത് നമ്മുടെ നിത്യജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വരുന്നു. ഒരു പുരോഹിതൻ അമ്പലത്തിലേക്ക് പോയാൽ എങ്ങനെയുണ്ട് ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എത്ര ധനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. നിങ്ങളുടെ ക്ഷേത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ ധനത്തിൻ്റെ സങ്കല്പം, ഈ സങ്കല്പമൊന്നും ശബരിമലയിൽ ഇല്ലായിരുന്നു. പണ്ട് ശബരിമലയിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വരരുതെന്നല്ല ഞാൻ പറയാം. പക്ഷേ അത് കൂടുതൽ ഭക്തന്മാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എരുമേലിയിൽ നിന്ന് ട്രഡീഷണൽ പാത വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് പമ്പയിലേക്ക് വരുത്തി, എന്നിട്ട് കുറച്ച് ദൂരം സഞ്ചരിക്കുക. ഇനിയിപ്പോൾ അവിടെ റോപ്പ് വേ ഉണ്ടാക്കി അങ്ങോട്ട് മേലേക്ക് വിടുക, വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അവിടെ ചെന്ന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, എന്നിട്ട് അവർക്ക് പ്രത്യേകം ഫീസുകൾ ഈടാക്കുക. ഇങ്ങനെ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ശബരിമലയെ ആക്കി തീർക്കാനായിട്ടുള്ള ശ്രമമാണ് നടക്കുക. ഇതെല്ലാം സമ്പത്തിനെ കണ്ടുകൊണ്ടാണ്. സമ്പത്തുണ്ടാക്കാൻ, അയ്യപ്പ സ്വാമി സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു വരുന്ന ഭക്തന്മാരെ ചൂഷണം ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നവിടെ. അവരിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ആ തരത്തിലുള്ള സംവിധാനം ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. നമുക്കറിയാം, അയ്യപ്പധർമ്മം പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടേക്ക് കയറി വന്ന അല്ലെ അവിടെ രൂപീകരിക്കപ്പെട്ട അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് അവർക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. കേസിൻ്റെ മേൽ കേസ്, ഇതെല്ലാം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ധനത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങൾ അങ്ങനെ അധപ്പതിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ബലിയിടാൻ പോകുന്നതും ധനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടബലികൾ, സമൂഹ ബലികൾ ഒക്കെ നടക്കുന്നു, യജ്ഞങ്ങളങ്ങനെ നടക്കുന്നു. അപ്പോൾ സമ്പത്തിന് വേണ്ടിയാണോ ദേവാലയം? ഇതൊരു ചോദ്യമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമാണോ ദേവാലയം? ഒരു ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. സനാതന പുരോഹിത സമാജത്തിൻ്റെ പേരിൽ ഈ ഒരു വലിയ ചർച്ച നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാവരും ഈ ചർച്ചയിൽ പങ്കാളികളാകണം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.